അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊരു ചെറുതും വലുതുമായ കാര്യമായിക്കോട്ടെ, അത് നമുക്ക് പഠിക്കാനും അറിയാനും ഏറെ താല്പര്യമുള്ളതാണ്. കാരണം അതിൽ നിന്ന് നമുക്ക് വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ടാവും. അതുപോലെ തന്നെ അത് നമ്മുടെ ഈമാൻ ബൂസ്റ്ററായി മാറുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം അഥവാ ഒരു ഒട്ടകത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53 വയസ്സ് വരെ അഥവാ മക്ക കാലഘട്ടത്തിലെ പ്രബോധന കാലഘട്ടം 13 വർഷത്തോളം അദ്ദേഹത്തിന് ഒരു വാഹനം ആവശ്യമുണ്ടായിരുന്നില്ല. അതിനു മുൻപും 40 വർഷം അദ്ദേഹം പ്രവാചകനല്ലാതെ മക്കയിൽ ജീവിച്ചപ്പോഴും 13 വർഷം പ്രവാചകനായി അല്ലെങ്കിൽ പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് 13 വർഷം മക്കയിൽ ജീവിച്ചപ്പോഴും അദ്ദേഹത്തിന് ഒരു ഒട്ടകത്തെ ആവശ്യമുണ്ടായിരുന്നില്ല. ഒട്ടകത്തെ അദ്ദേഹത്തിന് ആവശ്യമായത് മദീനയിലേക്ക് ഹിജറ പുറപ്പെടുന്ന സമയത്തായിരുന്നു. മദീനയിലേക്ക് ഹിജറ പുറപ്പെടാനുള്ള സന്ദേശം ലഭിച്ച ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് 2 ഒട്ടകത്തെ വാങ്ങാൻ പറഞ്ഞു. 2 ഒട്ടകങ്ങളെ. അബൂബക്കർ സിദ്ദീഖിന് തോന്നി, അദ്ദേഹത്തിനുള്ളിൽ ഒരു തോന്നലുണ്ടായി, ചിലപ്പോൾ റസൂലുള്ളാഹിയുടെ കൂടെ ഹിജറ പോകാൻ ഞാനാവും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എന്ന്. അത് അബൂബക്കർ സിദ്ദീഖ് ഉടൻ തന്നെ 800 ദിർഹം നൽകിക്കൊണ്ട്, 800 ദിർഹം ഒരു ഒട്ടകത്തിന് 400 ദിർഹമായിരുന്നു അന്ന്, ബനു ഖുശൈർ എന്ന ഗോത്രത്തിൽ നിന്നും 2 ഒട്ടകങ്ങളെ വാങ്ങുകയും അതിൽ ഒരു ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിക്കാതെ അദ്ദേഹം പറഞ്ഞു, ലാ ബിത്തമൻ, അതിൻ്റെ വിലയോടുകൂടി മാത്രമേ ഞാനിത് സ്വീകരിക്കുകയുള്ളൂ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ഒരു 400 ദിർഹംസ് അദ്ദേഹത്തിന് വിലയായി നൽകുകയും ചെയ്തു. ഇന്നത്തെ വിനിമയ നിരക്കിൽ അന്ന് 400 ദിർഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 1,00,000 രൂപയുടെ അടുത്ത് അഥവാ ഒരു $1000 അടുത്ത് വരും എന്നാണ് ഗവേഷകന്മാർ പറയുന്നത്. ആ ഒട്ടകത്തിന്റെ പേര് ഖസ്വ എന്നായിരുന്നു. ഈ പേര് നൽകിയത് മിക്കവാറും റസൂലുള്ളാഹി ആയിരുന്നില്ല, മറിച്ച് ആ ഒട്ടകം ഓൺ ചെയ്തിരുന്ന ഗോത്രം തന്നെയായിരുന്നു. കാരണം സാധാരണ ഗോത്രങ്ങൾ അവരുടെ ഒട്ടകങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പേര് നൽകാറുണ്ട്. കാരണം ഒട്ടകങ്ങൾ വളരെ ബുദ്ധിയുള്ള മൃഗങ്ങളായിരുന്നു. അവരുടെ ഓണേഴ്സിന് അവരുടെ ഉടമസ്ഥന്മാർക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ അവർ അത്രയും ഇന്റലിജന്റ്ലി ട്രെയിൻഡ് ആയിരുന്നു. അപ്പൊ ഖസ്വ എന്ന പേരിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമല്ല. അതിന്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി മാർക്ക് ചെയ്ത, അല്ലെങ്കിൽ അന്ന് ഒട്ടകങ്ങൾക്ക് ചെവി മാർക്ക് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഖസ്വയുടെ ചെവി അന്ന് മാർക്ക് ചെയ്തിട്ടില്ല, എന്നാൽ പോലും ഖസ്വ എന്ന് ചെവി മാർക്ക് ചെയ്ത എന്ന ഒരു അർത്ഥത്തിലുള്ള ഒരു പേര് ആ ഒട്ടകത്തിന് നൽകുകയുണ്ടായി. റിപ്പോർട്ടുകൾ പറയുന്നത് അതിന് 4 മുതൽ 7 വയസ്സ് വരെ പ്രായമുണ്ടായിരുന്നു. 4, 5, 6 എന്നൊക്കെ അഭിപ്രായമുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒട്ടകത്തെ വാങ്ങുമ്പോൾ 4, 5 അല്ലെങ്കിൽ 6, 7 ആ ഒരു റേഞ്ചിലുള്ള വയസ്സായിരുന്നു. അഥവാ ജസ്റ്റ് ആ ഒട്ടകം ഒന്ന് ഒരു അഡൽട്ടായി മാറുന്ന ആ ഒരു വർഷമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വയസ്സായിരുന്നു അത് എന്ന് ഗവേഷകന്മാർ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലം മുഴുവൻ ഉടമപ്പെടുത്തിയത് ഈ ഒരു ഒട്ടകത്തെ മാത്രമാണ് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഒട്ടകത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത് നമുക്കറിയാം. റസൂലുള്ളാഹി ഹിജറ പുറപ്പെട്ടു. സൗർ ഗുഹയിൽ 3 ദിവസത്തോളം അദ്ദേഹം ഒളിച്ചു താമസിക്കുകയും ആ 3-ാം ദിവസം സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടാൻ ആരംഭിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഖസ്വ എന്ന ഒട്ടകത്തെ നൽകപ്പെടുന്നത് എന്ന് കാണാൻ പറ്റും. മദീനയിലേക്ക് ഹിജറ പോകുന്ന വഴിക്ക് സുറാഖ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രസിദ്ധമായ ചരിത്രം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രം സുറാഖ ഇബ്നു മാലിക് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് എത്തി പിന്നീട് പിന്തിരിയേണ്ടി വന്ന അവസ്ഥ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. ആ സംഭവം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഖുബയിലേക്ക് എത്തുമ്പോൾ അഥവാ മദീനയിലേക്ക് ഹിജറ ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്താൻ നേരത്ത് ഖുബയിലുള്ള ആളുകൾ ദൂരെ നിന്നുകൊണ്ടും ഖസ്വയെ കാണുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുകയാണ്. അവർക്ക് മനസ്സിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്താനായിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രവാചകന്റെ ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് അവരുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖസ്വയെ നിങ്ങൾ വെറുതെ വിടുക, അള്ളാഹു ആണ് ഖസ്വയെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടായിരിക്കും ഖസ്വ നീങ്ങുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെറും 2 ആഴ്ച മാത്രമേ ഈ ഒട്ടകത്തെ ഉടമപ്പെടുത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഈ ഒട്ടകത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ ഒട്ടകത്തിന് ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ് ഖസ്വ മുന്നോട്ട് നീങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് ഖസ്വ മുന്നോട്ട് നടക്കുകയും ഇന്ന് മസ്ജിദുൽ ഹറം, മദീനയിലുള്ള മസ്ജിദുൽ ഹറമിന്റെ മുൻവശത്ത്, ഇമാം കയറുന്ന ആ മുൻവശത്ത് കൂടെ കയറുന്ന ആ ഭാഗത്തെത്തി ഖസ്വ അവിടെ എത്തിയതിനു ശേഷം അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ് ഉണ്ടായത് എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ
ഇന്ന് നമ്മൾ കാണുന്ന മസ്ജിദുൻ നബി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെയാണ് നമ്മൾ നമ്മുടെ പള്ളി പണിയാൻ പോകുന്നത്. അഥവാ മദീന പള്ളി മസ്ജിദുൻ നബവി പണിഞ്ഞത് റസൂലുള്ളാഹിയുടെ ഒട്ടകം മുട്ടുകുത്തി അല്ലെങ്കിൽ ഒട്ടകം മാർക്ക് ചെയ്ത സ്ഥലത്താണ്. അല്ലെങ്കിൽ ആ ഒട്ടകത്തിന് അത്തരം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഇൽഹാം നൽകി, അഥവാ അതിന് ഗൈഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയതിനു ശേഷം ഖുറൈശികൾ ഖസ്വയെ അവരുടെ പോയിറ്റിൽ, അവരുടെ കവിതകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഉഖബ ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ക്രൂരനായ മക്ക മുശ്രിക്ക്, അദ്ദേഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കഅബയുടെ മുന്നിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ കൊണ്ടുപോയി ചത്ത മൃഗത്തിന്റെ അവശിഷ്ടങ്ങൾ എറിയുന്നത്. അത്രമേൽ ക്രൂരമായ വൃത്തികെട്ട ഒരു മനുഷ്യനായിരുന്നു ഉഖബ ബിൻ അബി മുഅയ്ത്ത്. അദ്ദേഹം പാടുകയാണ്, ഓ കസ്വയെ ഓടിക്കുന്നവനെ, യാ റാഖിബുൽ കസ്വ, കസ്വയെ ഓടിക്കുന്നവനെ, അഥവാ കസ്വ ഉപയോഗിക്കുന്നവനെ എന്ന് പറഞ്ഞാൽ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഞങ്ങളെ അടുത്ത് നിന്നും ഓടിപ്പോയവനെ, നീ കാത്തു നിൽക്ക്, നീ വൈകാതെ തന്നെ നീ എന്നെ എന്റെ പടച്ചട്ടയിൽ കാണാൻ സാധിക്കും. ഞാൻ എന്റെ അമ്പുകൾ തയ്യാറെടുത്ത് വെക്കുന്നുണ്ട്. എന്റെ കുതിരയെ ഓടിച്ചുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരും. അന്ന് നിനക്ക് എന്നിൽ നിന്നും ഒരു സംരക്ഷണവും ലഭിക്കുകയില്ല എന്ന് ഉഖബ ബിൻ അബി മുഅയ്ത്ത് പാടുന്ന ഒരു പ്രസിദ്ധമായ കവിതയുണ്ട്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ ഹിജ്റയ്ക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ബദർ സംഭവിക്കുന്നത്. ബദർ യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്താണ് വരുന്നത്. അതുപോലെ തന്നെ ബദറിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം ലഭിക്കുകയും കുറച്ച് ആളുകളെ മാത്രം ജീവനോടെ പിടികൂടുകയും, കുറെ ആളുകളെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട്, പക്ഷെ അതിൽ കുറച്ച് ആളുകളെ മാത്രമാണ് പിടികൂടിയതിനു ശേഷം വധശിക്ഷ നൽകിയത്. ബാക്കിയുള്ളവർക്ക് ഇനാം സ്വീകരിച്ചതിന് ശേഷം അവരെ വെറുതെ വിടുകയായിരുന്നു. പക്ഷെ ആ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ വധശിക്ഷക്ക് വിധിച്ച ചുരുക്കം ചില വ്യക്തികളിൽ ഒന്നായിരുന്നു ഉഖബ ബിൻ അബി മുഅയ്ത്ത്. ഉഖബ ഈ വധശിക്ഷ ലഭിക്കുമ്പോൾ ഖസ്വയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെല്ലാത്തിനും സാക്ഷിയാണ്. ബദർ യുദ്ധത്തിലെ വിജയത്തിന് ശേഷം അല്ലെങ്കിൽ ആ വിജയം നേടി ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഒട്ടകത്തെ ഖസ്വയെ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് പറയാണ്, നീ എന്റെ ഒട്ടകത്തെ ഓടിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തി നമ്മുടെ വിജയത്തിന്റെ വാർത്ത അവരെത്തിക്കണം എന്നുള്ളത്. കാരണം അന്നത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്, ഒരു യുദ്ധം കഴിഞ്ഞു ഈ ഒരു ഒട്ടകം തന്റെ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം ഉടമസ്ഥൻ ഇല്ലാതെ ഒറ്റയ്ക്ക് നടന്നു വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ അന്ന് ആളുകൾ അതിനെ മനസ്സിലാക്കിയിരുന്നത് ആ യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെടുകയും നമുക്ക് പരാജയം നേരിടുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം ആ ഒട്ടകത്തെ മറ്റൊരാൾ, ആ ഉടമസ്ഥനല്ലാത്ത മറ്റൊരാൾ അത് ഓടിച്ചുകൊണ്ട് വന്ന് വിജയം അറിയിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു എന്നും ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ വളരെ സുരക്ഷയോടുകൂടി സുരക്ഷിതമായി തന്നെ ജീവനോടെ ഉണ്ട് എന്നതാണ് അതിനർത്ഥമായി ആളുകൾ ധരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഇത് ഏൽപ്പിക്കുകയും, സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ ഒട്ടകമായിരുന്നു അന്ന് ഏറ്റവും വേഗത്തിൽ പോയിരുന്ന ഒരു മൃഗം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വെച്ചിട്ട്. അപ്പോ ഈ ഒട്ടകം വളരെ സ്വിഫ്റ്റ് ആയിക്കൊണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം അവിടെ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിയുടെയും, അഥവാ അബൂജഹലിനെ പോലുള്ള ആളുകളുടെ ഒക്കെ പേരുകൾ അത് അവിടെ പ്രഖ്യാപിക്കണ്ടായി, ഇവരെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി സെയ്ദിന് മാനസികമായി എന്തോ ഒരു പ്രയാസം സംഭവിച്ചിട്ടുണ്ട്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൊല്ലപ്പെടുകയും ഇത് കണ്ടിട്ട് ആ ദാരുണമായ കാഴ്ച കണ്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന് എന്തോ താളം തെറ്റിയിട്ടുണ്ട് എന്ന് പോലും ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ അന്ന് ഉണ്ടായി എന്നുള്ളത് ബദർ യുദ്ധത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സാഹചര്യത്തിൽ ഖസ്വയെ സംബന്ധിച്ചിടത്തോളം ഖസ്വക്ക് താമസിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ആലയം ഉണ്ടായിരുന്നു. അത് ബഖീന്റെ അടുത്താണ്. ആ ബഖീന്റെ അടുത്ത് രാത്രി ചില ഈ സിറ്റിയുടെ പുറത്ത് താമസിച്ചിരുന്ന ചില ബദുവിൻസ്, അവര് കൊള്ളക്കാർ കൂടിയായിരുന്നു. അവർ ഈ രാത്രിക്ക് രാത്രി ഈ സിറ്റിന്റെ അകത്തേക്ക് കയറിക്കൊണ്ട് അവിടെയുള്ള മൃഗങ്ങളെയും ചില ആളുകളെയും ഒക്കെ തട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ ഒരു സംഭവം നടന്നപ്പോ ഈ ബദുക്കൾ ഈ സിറ്റി റെയ്ഡ് ചെയ്ത സമയത്ത് ഈ ഖസ്വയെ എടുത്തുകൊണ്ടുപോയി, അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ടുപോയി. അതോടൊപ്പം അതിന്റെ കൂട്ടത്തിൽ ഒരു സ്ത്രീയായ, ഒരു മുസ്ലിമത്തായ ഒരു ആട്ടിടെ അല്ലെങ്കിൽ ആടിനെ നോക്കി ജീവിച്ചിരുന്ന ഈ സ്ത്രീയെയും അവർ പിടിച്ചു കൊണ്ടുപോയി. സഹാബത്ത് ഭയപ്പെട്ടു. അവർ 4 ഭാഗവും ഇത് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവർ ഇത് പിടിച്ചു കൊണ്ടുപോയി ഈ സിറ്റിയുടെ പുറത്തുള്ള ഏതൊരു സ്ഥലത്ത് തമ്പടിച്ചപ്പോ രാത്രി ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ മുസ്ലിമത്തിന് അവർക്ക് രക്ഷപ്പെടാൻ ചെറിയൊരു മാർഗം കണ്ടെത്തുകയും അവരെ കെട്ടിയിട്ടിരുന്ന ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവർ മോചിപ്പിക്കപ്പെട്ടു. പക്ഷെ അവർക്ക് തിരിച്ചു പോകാൻ, രക്ഷപ്പെട്ടു പോകണമെങ്കിൽ അവർക്കൊരു മൃഗത്തെ ആവശ്യമായിരുന്നു.
അതുകൊണ്ട് ഒട്ടകങ്ങളെ കെട്ടിയിട്ട സ്ഥലത്തേക്ക് ഈ സ്ത്രീ നടന്നു പോയി ഓരോ ഒട്ടകത്തെയും അവർ പരിശോധിക്കാൻ തുടങ്ങി. ഒരൊട്ടകം പോലും ഈ സ്ത്രീയെ തിരിച്ചറിയുന്നില്ല. മറിച്ച് ഖസ്വ എന്ത് ചെയ്യുകയാണ്, ഈ സ്ത്രീയെ തിരിച്ചറിയുകയും ഈ സ്ത്രീയെ അതിന്റെ മുകളിൽ യാത്ര ചെയ്യാൻ അനുവദിക്കുകയും അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഖസ്വ അന്നത്തെ ഒട്ടകങ്ങളിൽ ഏറ്റവും സ്പീഡ് ഉണ്ടായിരുന്ന ഒട്ടകമായിരുന്നു എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തിരിച്ച് പുറപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായ സമയത്ത് ഈ സ്ത്രീ പറയുകയാണ്, അൽഹംദുലില്ലാ, ഞാൻ മദീനയിൽ എത്തിയ ഉടനെ തന്നെ ഞാൻ ഈ ഒട്ടകത്തെ അള്ളാഹുവിന്റെ നാമത്തിൽ അതിനെ ബലി അർപ്പിക്കും, അഥവാ അതിനെ കൊല്ലും, അല്ലെങ്കിൽ അതിനെ ബലി അർപ്പിക്കും അള്ളാഹ്ക്ക് വേണ്ടി എന്ന് ശപഥം ചെയ്യുകയാണ്. അപ്പോൾ ഇത് തിരിച്ചെത്തിയതിനു ശേഷം സഹാബത്തിനെ അവർ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. സഹാബത്തിന് ഏത് സ്ഥലത്താണ് ഈ ബധുക്കൾ താമസിക്കുന്നതെന്ന് മനസ്സിലായി. അവിടെ പോയി കാര്യങ്ങളെല്ലാം അത് റെഡിയാക്കിയതിനു ശേഷം പിറ്റേ ദിവസം ഈ സ്ത്രീ നേരെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ്, എനിക്ക് നിങ്ങളുടെ ഒട്ടകത്തെ വേണം. റസൂൽ ചോദിച്ചു, എന്തിനാണ്? ഇന്നി നദർതു നദറൻ ഇൻ നജ്ജാനില്ലാഹി ലഅൻഹറന്നഹ, ഞാൻ എങ്ങാനും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒട്ടകത്തെ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി സമർപ്പിക്കും, അല്ലെങ്കിൽ അതിനെ ബലിയർപ്പിക്കും എന്ന് ഞാൻ ഒരു ശപഥം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബിസമാ ജാസൈതിഹ, എന്തൊരു ഒരു തമാശ രൂപേണ പറഞ്ഞു, വല്ലാത്തൊരു നന്ദി ചെയ്യലായി പോയല്ലോ ആ ഒട്ടകത്തിന്, ആ ഒരു മൃഗത്തിനോട് എന്നുള്ളത്. കാരണം തന്നെ രക്ഷിച്ച ഒട്ടകത്തെ അവർ ബലിയർപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനോട് സത്യം ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഫിഖ്ഹി റൂളിംഗ് നമുക്ക് മനസ്സിലാക്കി തരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന ഒട്ടകത്തിലൂടെ. സഹീഹുൽ മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാഹ് വലാ ഫീ മാ ലാ യംലികു ഇബ്നു ആദം. അള്ളാന്റെ പേരിൽ സത്യം ചെയ്യുമ്പോൾ ഒരു തെറ്റായ കാര്യവും അള്ളാഹിനെ അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ ഒരു സത്യം ചെയ്യൽ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ തൊട്ടും സത്യം ചെയ്യലില്ല. അഥവാ റസൂലുള്ളാഹിയുടെ ഉടമസ്ഥതയിലുള്ള, അഥവാ ഈ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള ഒട്ടകമല്ല ഇത്. അപ്പോൾ സ്ത്രീയുടെ ഉടമസ്ഥതയിൽ ഇല്ലാത്ത ഈ ഒട്ടകത്തെ അവർക്ക് അള്ളാഹിന്റെ പേരിൽ ബലിയർപ്പിക്കാൻ സത്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ആ ചെയ്ത സത്യത്തെ അതിന് മറികടക്കാൻ വേണ്ടി ഒരു കഫാറത്ത് നൽകുകയും, അഥവാ ഈ സത്യം അല്ലെങ്കിൽ ചെയ്ത സത്യത്തെ നിറവേറ്റാൻ സാധിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാഠമായിട്ട് പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ പറ്റും, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖസ്വയായിരുന്നു നമ്മുടെ മദീനയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഒട്ടകം, ഏറ്റവും വേഗതയിൽ ഓടുന്ന ഒട്ടകം ഖസ്വയായിരുന്നു. ഒരിക്കൽ ഒരു ബദു മറ്റൊരു ഒട്ടകവുമായി ഈ മദീനയിലേക്ക് പ്രവേശിക്കുകയും അതിന്റെ ഒരു ഒട്ടകത്തിന്റെ ഒരു ഓട്ട മത്സരം വെക്കുകയും ചെയ്തു. അങ്ങനെ ഈ ബദുവിന്റെ ഒട്ടകം അന്ന് വിജയിച്ചു. മനസ്സിലാക്കേണ്ടത് സഹാബത്തിന് വളരെ വിഷമമുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവർ എത്രത്തോളമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. നമുക്ക് ഈ സീറ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്ന, ഒരു മൈൻഡ് ബോഗ്ലിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ഫാക്ടർ എന്നുള്ളത് സഹാബത്ത് എത്രത്തോളം റസൂലുള്ളാഹിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു കാര്യം തന്നെയാണ്. അത് ഒരുപാട്, ഒരു 100 ഉദാഹരണങ്ങളൊന്നും പറഞ്ഞാൽ മതിയാവൂല. സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്. റസൂലുള്ളാഹിയുടെ ഒരു ഒട്ടകം, ഒരു മൃഗം, ആ മൃഗം ഒരു മത്സരത്തിൽ തോറ്റു എന്ന് പറയുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇന്നഹു ഹഖ്ഖുൻ അലല്ലാഹ്, അള്ളാഹിന്റെ ഒരു ഹക്കാണ്, അള്ളാഹിന്റെ ഒരു ചെയ്യുന്ന ഒരു രീതിയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉയർത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കഴിയുമ്പോൾ അതിനെ താഴ്ത്തുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഖഹാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ദുൽ ജലാലി വൽ ഇക്റാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്. കാരണം റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം പോലും റസൂലുള്ളാഹിക്ക് ബദർ ലഭിച്ചപ്പോൾ പിന്നെ തൊട്ടടുത്ത വർഷം ഉഹുദും സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ ഒരു മനുഷ്യനും റസൂലുള്ളാഹി അല്ലെങ്കിൽ ഒരു ഉമ്മത്തിനും റസൂലുള്ളാഹി എപ്പോഴും വിജയം നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല. ചിലപ്പോൾ വിജയം നൽകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് പരാജയം നൽകും എന്നുള്ള ഒരു വലിയ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹാബത്തിന്. ഏതിലൂടെ? ഖസ്വ എന്ന ഒട്ടകത്തിലൂടെയാണ് ആ ചരിത്രം സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു സംഭവമാണ്. ഇനി മറ്റൊരു സന്ദർഭത്തിൽ ഖസ്വ എന്ന ഒട്ടകത്തെ കാണാതായി. ആർക്കും ഖസ്വയെ കാണാനില്ല. സഹാബത്തിനെ 4 ഭാഗത്തേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയക്കുകയാണ്. അപ്പൊ മുനാഫിക്കങ്ങളുടെ നേതാവായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും കൂടിയ മറ്റു മുനാഫിക്കുകളോട് പറയാണ്, ഈ മനുഷ്യൻ പറയുകയാണ് സ്വർഗത്തിൽ നിന്നും അല്ലെങ്കിൽ ആകാശത്തിന്റെ മുകളിൽ നിന്നും അദ്ദേഹത്തിന് വഹി ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമിയിലുള്ള തന്റെ ഒട്ടകത്തെ കണ്ടുപിടിക്കാൻ അദ്ദേഹം മനുഷ്യന്മാരെ പറഞ്ഞേക്കണം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം ധരിപ്പിക്കുകയും ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മിമ്പറിൽ കയറിക്കൊണ്ട് ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്,
ഞാൻ അറിഞ്ഞു ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. റസൂലുള്ളാഹിക്ക് കൃത്യമായ ആൾക്കാർ ആരാണെന്ന് അറിയുകയും ചെയ്യാം. പറയുകയാണ്, ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിയുന്നു. ഞാൻ മനസ്സിലാക്കേണ്ടത്, ഞാൻ വെറും ഒരു ബശറാണ്, ഒരു മനുഷ്യനാണ്. എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു നൽകുന്നതോ ഞാൻ അറിയുന്നതിൽ അല്ലെങ്കിൽ അള്ളാഹ് എന്നെ അറിയാൻ അനുവദിച്ചതോ ആയ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ. അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ഇൽമുൽ ഗൈബ് അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ തൊട്ട് മുൻപായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ അറിയിച്ചിട്ടുണ്ട്, ഖസ്വ ഇന്ന ഒരു പ്രദേശത്ത് ഇരിക്കുകയാണ്, അതിന്റെ കയറ് ഒരു മരത്തിൽ കെട്ടിക്കുടുങ്ങിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്നുള്ളത്. സഹാബത്ത് ഉടനെ അവിടെ പോയി പരിശോധിച്ചപ്പോൾ ഖസ്വ എക്സാക്ട്ലി ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് ചരിത്രം വായിക്കുമ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധി നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഉംറ ചെയ്യാൻ പുറപ്പെടുകയും ഉംറ നിർവഹിക്കാൻ ആവാതെ ഒരു സ്ഥലത്ത് തമ്പടിച്ച് അവരുമായി ഹുദൈബിയ സന്ധി, മക്ക മുശ്രിക്കുകളുമായി ഹുദൈബിയ സന്ധി ഒപ്പിടേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖസ്വ അന്ന് ഹുദൈബിയ സന്ധി എവിടെയാണോ ഒപ്പിട്ടത് ആ സ്ഥലത്തെത്തിയപ്പോൾ ഖസ്വക്ക് മുന്നോട്ട് നീങ്ങില്ല. ഖസ്വ അവിടെ നിന്നിട്ട് ഖസ്വ മുന്നോട്ട് പോകുന്നില്ല. കാരണം റസൂലുള്ളാഹിയും ഖസ്വയും മുന്നോട്ട് പോയാൽ മാത്രമാണ് സഹാബത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക. ചില ആളുകൾ പറഞ്ഞു ഖസ്വ പിടിവാശിക്കാരിയായിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഖസ്വ പിടിവാശിക്കാരി ആയതല്ല, മറിച്ച് മക്കയിലേക്ക് വന്ന ആനകളെ ആരാണോ തടുത്തത് അവൻ ഖസ്വയെയും തടുത്തിട്ടുണ്ട്. അഥവാ അള്ളാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഖസ്വ ഈ സ്ഥലത്ത് തമ്പടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ വിസമ്മതിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഖസ്വ നിന്ന സ്ഥലം, അല്ലെങ്കിൽ ഖസ്വ മുന്നോട്ട് പോകാൻ വിസമ്മതിച്ച ആ സ്ഥലത്ത് തന്നെയാണ് ഹുദൈബിയ സന്ധി നടന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഉംറത്തുൽ ഖദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉംറക്ക് വേണ്ടി പുറപ്പെട്ട് ആ ഉംറ നിർവഹിക്കാൻ സാധിക്കാതെ തിരിച്ച് മദീനയിലേക്ക് പോയി പിറ്റത്തെ വർഷമാണ് റസൂലുള്ളാഹി ഉംറ നിർവഹിക്കുന്നത്, ആദ്യത്തെ ഉംറ നിർവഹിക്കുന്നത്. അന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വയുടെ പുറത്ത് നിന്നുകൊണ്ടാണ് ഈ ഉംറ ചെയ്യുന്നതും ആ തവാഫ് ചെയ്യുന്നതും. ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ അല്ലെങ്കിൽ കാരണങ്ങളോ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് ഉംറയുടെ ഇടക്ക് തവാഫ് ചെയ്യാൻ ഒരു മൃഗത്തെയോ ഒരു വണ്ടിയോ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഹജ്ജത്തുൽ വദാ. ഇനി മറ്റൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, ഒരുപാട് പ്രാവശ്യം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ്. ഇപ്പോൾ ഹുദൈബിയ സന്ധി ഒപ്പിട്ടതിന് ശേഷം, ഹുദൈബിയ സന്ധി ഒപ്പിടുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉമർ ഖത്താബ് റസൂലുള്ളാഹിയോട് പറയാൻ പാടില്ലാത്ത ആ ഒരു രീതിയിൽ സംസാരിച്ചു. നിങ്ങൾ പ്രവാചകൻ തന്നെ അല്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ ഈ അവഹേളനം ഏറ്റുവാങ്ങുന്നത് എന്നുള്ള രീതിയിൽ ഉമർ കുറച്ചൊന്ന് അധികമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉമറിന് ഈ ഹുദൈബിയ സന്ധി അബൂബക്കർ സിദ്ദീഖ് ഉമറിനോട് ചോദിക്കും, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ബോധമുണ്ടോ എന്ന രീതിയിലൊക്കെ അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ ശാസിക്കുന്ന ഒരു ചരിത്രം വരെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഉമർ ഹുദൈബിയ സന്ധി എല്ലാം കഴിഞ്ഞ് റസൂലുള്ളാഹിയും സംഘവും തിരിച്ച് പുറപ്പെടുമ്പോൾ ഉമറിനെ അപ്പോഴാണ് ഇറങ്ങിയത്. ഉമറിന് അങ്ങനെയാ കാര്യങ്ങൾ. ആദ്യം ഒന്ന് ദേഷ്യപ്പെടും, കുറച്ച് കഴിയുമ്പോഴാണ് ഒതുങ്ങിയിരിക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുക. ഉമറിന് മനസ്സിലായി വലിയൊരു അബദ്ധമാണ് എൻ്റെ അടുത്ത് സംഭവിച്ചതെന്ന് ഉമറിന് മനസ്സിലായി. അങ്ങനെ ഉമർ അദ്ദേഹത്തിന്റെ ഒട്ടകവുമായി റസൂലുള്ളാഹിയുടെ ഒട്ടകത്തിന്റെ അടുത്തെത്തി ഒന്ന് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് ഉമറിന്റെ റസൂലുള്ളാഹിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂലുള്ളാഹി തിരിച്ചൊന്നും മിണ്ടുന്നില്ല. ഉമറിന് വളരെ ഭയത്തോടു കൂടി ഉമർ അവിടെ നിർത്തി, റസൂലുള്ളാഹി മുന്നോട്ട് പോയിക്കോട്ടെ, ഞാൻ പിന്നിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുകയാണ്. കുറച്ച് കഴിഞ്ഞ് റസൂലുള്ളാഹി ഉമർ ഖത്താബിനെ വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ ഖത്താബ് വീണ്ടും മുന്നോട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇതൊരു വിജയമാണ്. അപ്പോഴാണ് ആ ആയത്ത് പറയുന്നത്, ഇന്ന ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന ആയത്ത്. റസൂലുള്ളാഹിക്ക് ആ ആയത്ത് ഇറങ്ങിയത് ഖസ്വയുടെ മുകളിൽ വെച്ചായിരുന്നു. ഇത് ഉമറിന് നൽകിയ സന്തോഷവും സമാധാനവും ചെറുതൊന്നല്ല. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്തും ഇതുപോലെ ഇബ്നു അബ്ബാസ് പറയുന്നത്, ഞാൻ ഖസ്വ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് താവുന്ന വിധത്തിൽ ഞാൻ ആ ഖസ്വയെ കണ്ടു. എന്തുകൊണ്ട്? സൂറത്തുൽ മാഇദ അവതരിപ്പിക്കപ്പെട്ടത് റസൂലുള്ളാഹി ഖസ്വയുടെ മുകളിൽ ഇരിക്കുമ്പോഴാണ്. റസൂലുള്ളാഹിക്ക് ഈ ആയത്തുകൾ ഇറങ്ങുന്നതും റസൂലുള്ളാഹി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ആയത്തുകൾ അദ്ദേഹം സ്വീകരിക്കുന്നത്. പക്ഷേ ഖസ്വയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ അനുഭവമാണ്. പുതിയ അനുഭവം എന്നുള്ളതല്ല, സൂറത്തുൽ മാഇദ അത്രയും വചനങ്ങൾ ഇറങ്ങിയപ്പോൾ ഖസ്വക്ക് അത് താങ്ങാൻ പറ്റിയില്ല. ഖസ്വ ഇരിക്കുന്ന അവസ്ഥയിൽ താന്നുപോയി എന്നുള്ളതാണ്. ഇനി ഫത്ഹ് മക്കന്റെ സമയത്ത് റസൂലുള്ളാഹി മക്ക കീഴടക്കുന്ന ആ ഒരു പ്രൗഢമായ കാഴ്ച, അന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഇബ്നു അബ്ബാസ് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദൈ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിക്കൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ
തല റസൂലുള്ള തല എത്രത്തോളം താഴ്ത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കസ്വയുടെ ആ ഒരു ഹംപിന്റെ മുകളിൽ തട്ടുന്ന വിധത്തിൽ റസൂലുള്ള തല താഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നത്, മക്കയിലുടനീളം. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട ആ സമയത്ത് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നെഞ്ചും വിരിച്ചുകൊണ്ട് ആണ് ഇവിടെ നിന്ന് പോകുന്നത്. കാരണം അവർ നമ്മൾ ആട്ടി ഓടിച്ചാലും നമുക്ക് ഈ നാട് വിട്ടു പോകുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ തിരിച്ചു വമ്പിച്ചൊരു വിജയത്തോട് കൂടിയിട്ട്, ഒരു വമ്പിച്ച സൈന്യത്തോടു കൂടി മക്കയിലേക്ക് തിരിച്ചു പ്രവേശിക്കുമ്പോൾ അവിടെ റസൂലുള്ള നെഞ്ഞും വിരിച്ചു നിന്നിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു അഹങ്കാരത്തോടു കൂടിയോ അല്ലെങ്കിൽ നമ്മൾ ജയിച്ചു എന്ന ഒരു കാഴ്ച മറ്റുള്ളവർക്ക് കാണിക്കുന്ന വിധത്തിലല്ല, മറിച്ച് ഈ വിജയം സമ്മാനിച്ച അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് അള്ളാഹിന്റെ മുന്നിൽ തല കുനിച്ചുകൊണ്ടാണ് അദ്ദേഹം മക്കയിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ളത് ഇന്ന് ഓരോ നേതാവിനും, ഈ ഉമ്മത്തിൽ വിജയം നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ നേതാവിനും വലിയൊരു പാഠമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ അദ്ദേഹം കസ്വയിൽ കയറിക്കൊണ്ട് അദ്ദേഹം വീണ്ടും വരുന്ന അദ്ദേഹം തവാഫ് ചെയ്യുന്നു. അന്ന് ആളുകൾ തക്ബീർ ചൊല്ലിയത്, അല്ലെങ്കിൽ മക്കം ഫത്തഹിന്റെ സമയത്ത് തക്ബീർ ചൊല്ലിയത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്ക മുഴുവൻ കുലുങ്ങുന്ന അവസ്ഥ പോലും ഉണ്ടായി എന്നൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കസ്വയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടിയുമുണ്ട്. ഓരോ വിഗ്രഹത്തിന്റെ മുന്നിൽ എത്തി അദ്ദേഹം ഈ വിഗ്രഹത്തിന് നേർക്ക് ഈ വടി കാണിക്കുകയും ആ വിഗ്രഹം അത്ഭുതകരമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. അദ്ദേഹം ഈ ആയത്ത് ഓതുകയാണ് എന്നുള്ളത്. 2 മാസങ്ങൾക്ക് ശേഷമാണ് ഹുനൈൻ യുദ്ധം സംഭവിക്കുന്നത് തായിഫിന്റെ ഗോത്രവുമായി ബന്ധപ്പെട്ട്. അന്ന് ഹുനൈൻ യുദ്ധത്തിൽ പെട്ടെന്നൊരു തിരിച്ചടി സഹാബത്തിന് നേരിടേണ്ടി വരികയുണ്ടായി. ചില സഹാബത്തുകളൊക്കെ ചിതറിപ്പോവുകയും, എന്നാൽ കസ്വ ഇത്രയും അമ്പുകൾ അവർക്ക് നേരെ വരുമ്പോഴും കസ്വ അവിടെ ദൃഢമായി തന്നെ നിലനിന്നു. ആ കസ്വയിൽ നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് അന നബിയുൻ അന ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നൊക്കെ. അത് കേട്ടിട്ടാണ് സഹാബത്ത് പിന്നീട് തിരിച്ചു വരികയും ഈ ഒരു കാര്യം മുന്നോട്ട് പറയുന്നതൊക്കെ. അപ്പോ ഇനി 9ാമത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിനെ മുസ്ലിങ്ങളുടെ നേതാവായിക്കൊണ്ട് ഹജ്ജിന് പറഞ്ഞയക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത വർഷം മുതൽ ഇനി ഒരു മുശ്രിക്കിനും ഇനി ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോ ഈ പോകുന്ന വഴിയിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് പെട്ടെന്ന് ഒരു ഒട്ടകത്തിന്റെ ശബ്ദം കേൾക്കുകയും അബൂബക്കർ സിദ്ദീഖ് പെട്ടെന്ന് പറയുന്നത് കസ്വയാണല്ലോ. അപ്പൊ അത്രമേൽ സഹാബത്തിന് പോലും അറിയാം, കസ്വയുടെ ഒരു ശബ്ദം കേട്ടാൽ പോലും മനസ്സിലാവും. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി മറിച്ച് അലി റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇനി ഏറ്റെടുക്കാൻ പോകുന്നത്, ഞാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയണം, അല്ല, മറിച്ച് എന്നെ അറഫ മൈതാനിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിയുടെ ഒരു ദൂതനായിക്കൊണ്ട് സൂറത്ത് തൗബ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചതാണ് എന്നുള്ളത്. ഇനി മുഴുവൻ ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിന ആയിക്കോട്ടെ, മുസ്ദലിഫ, എല്ലാ സ്ഥലങ്ങളിലേക്കും പുറപ്പെടുമ്പോഴൊക്കെ വ്യത്യസ്ത കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിപ്പോർട്ടുകളും ഹദീസുകളും നമ്മൾ വായിക്കുമ്പോൾ അതെല്ലാം റസൂലുള്ളാഹി കസ്വയുടെ മുകളിൽ വെച്ചിട്ടായിരുന്നു, മുകളിൽ ഇരുന്നുകൊണ്ടാണ് എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ കസ്വയെ ഉപയോഗിച്ച് കസ്വയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, കസ്വയുടെ മുകളിൽ നിന്ന് ആളുകൾക്ക് കാര്യം പറയുന്നു. കസ്വയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്യുമ്പോൾ ജാബിർ ബിൻ അബ്ദുല്ല, ഉസാമ ബിൻ സെയ്ദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്യേണ്ട വ്യത്യസ്ത സമയങ്ങളിലായിട്ടൊക്കെ. ഇനി കസ്വയുടെ മുകളിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഹജ്ജിന്റെ സമയത്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തും അതിന്റെ ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ആയത്ത് ഇറങ്ങിയതോട് കൂടിയിട്ട് റസൂലുള്ളാഹിക്ക് മനസ്സിലായി, ഫഅറഫ റസൂലുള്ളാഹി അന്നഹുൽ വദാ, അതാണ് മടക്കം, അതാണ് അവസാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ തിരിച്ചെത്തി ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അസുഖം ബാധിക്കുകയും അങ്ങനെ റസൂലുള്ളാഹി മരണപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 15-17 വയസ്സ് മാത്രം, അഥവാ ഒരു ഒട്ടകത്തിന്റെ ആവറേജ് ലൈഫ് സ്പാൻ എന്നുള്ളത് 40-50 വർഷമൊക്കെ ഉണ്ടാവും. പക്ഷെ 15-17 വയസ്സായപ്പോൾ തന്നെ കസ്വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം കരയാൻ തുടങ്ങി, അല്ലെങ്കിൽ ഒട്ടകത്തിന് കരയുന്ന ഒരു കാര്യം കൂടി അന്നുണ്ടായിരുന്നു. അപ്പോൾ കസ്വ കരയാൻ തുടങ്ങുകയും കരഞ്ഞ് അതിന് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയും വന്നു. അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ആ ഒരു അവസ്ഥയിൽ അതിന്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ട് മരണപ്പെടുന്ന ഒരു ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചരിത്രങ്ങളൊക്കെ നമുക്ക് ഏറെ കൗതുകം ഉണർത്തുന്നത്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്രയേറെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു സഹാബത്ത്. അവര് റസൂലുള്ളാഹിയുടെ ഒട്ടകം മത്സരത്തിൽ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ പോലും അത്രയും ഏറെ വിഷമമായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് റസൂലുള്ളാഹിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മൾ പരമാവധി പഠിക്കാൻ ശ്രമിക്കണം. അതുവഴി ആ മനുഷ്യനെ എത്രത്തോളം അടുത്തറിയാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആ മനുഷ്യനോട് സ്നേഹം വർദ്ധിക്കുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നതിലൂടെ മാത്രമാണ്
നമുക്ക് സ്വർഗത്തിൽ വലിയ ദർജ ലഭിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വസ്തുത കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.